ഇന്നത്തെ സുവിശേഷം മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിലെ ഈജിപ്തിലേക്കുള്ള തിരുക്കുടുംബത്തിൻ്റെ പലായനത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തെക്കുറിച്ച് ഞാൻ വായിച്ചു കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഒട്ടും ഈഗോ ഇല്ലാത്ത ഒരു ഭർത്താവിന് മുഴുവനായിട്ടും വിധേയായിരിക്കുന്ന ഒരു ഭാര്യ, മക്കൾക്ക് വേണ്ടി ജീവൻ വരെ പണയപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ തീരുമാനങ്ങളെല്ലാം അടിസ്ഥാനം മക്കളിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന മാതാപിതാക്കൾ, ഇവരെക്കുറിച്ചാണ് ഇന്നത്തെ വചനം എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് ഈ വചനത്തിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കാം. വചനത്തിൽ നമ്മൾ കാണുന്നത് പാവപ്പെട്ട യോസേപ്പിതാവിന് പിന്നെയും സ്വപ്നത്തിലാണ് മാലാഖ വരുന്നത്. നമുക്ക് മനസ്സിലാക്കാം, യോസേപ്പിതാവിന് ആദ്യം ഉണ്ടാകുന്നത് നേരിട്ടുള്ള മാലാഖയുടെ ദർശനമല്ല. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വളരെ കൃത്യമായിട്ടും കാണുന്നുണ്ട്, പരിശുദ്ധ കന്യകാമറിയത്തിനും സക്കറിയയ്ക്കും കൃത്യമായിട്ടും നേരിട്ട് മാലാഖ വന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ യോസേപ്പിതാവിന് എന്നും സ്വപ്നത്തിൽ മാത്രമാണ് മാലാഖ. അന്ന് അങ്ങനെ സംഭവിക്കുന്നു. അതിന് ശേഷം തൻ്റെ ഭാര്യയായിട്ട് മറിയത്തെ സ്വീകരിച്ചതിന് ശേഷം അവർ കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടാവും. മറിയം പറഞ്ഞിട്ടുണ്ടാവും മാലാഖ ഇങ്ങനെ വന്നതും സക്കറിയയ്ക്ക് ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് എലിസബത്ത് എങ്ങനെ വിവരിച്ചു, എലിസബത്തിനുണ്ടായ ആ ഒരു കൂടിക്കാറ്റ് എല്ലാത്തിനെയും കുറിച്ച് പരിശുദ്ധ കന്യാമറിയം യോസേപ്പിതാവിനോട് പറഞ്ഞിട്ടുണ്ടാവും. ക്രിസ്തു ജനിച്ചതിന് ശേഷം പിന്നെയും സ്വപ്നത്തിലേക്ക് ഒരു മാലാഖ വരുന്നുണ്ട്. യോസേപ്പിതാവിന് വേണമെങ്കിൽ വിചാരിക്കാമായിരുന്നു, എനിക്കെന്തുകൊണ്ട് നേരിട്ടൊരു മാലാഖയുടെ അനുഭവം ഉണ്ടാവുന്നില്ല, എനിക്കെന്തുകൊണ്ട് ഈ സ്വപ്നത്തിൽ മാത്രമായിട്ട് നിൽക്കുന്നു, ഈ കാൽപ്പനിക ഒരു ഇമാജിനേറ്റീവ് ലെവലിൽ മാത്രമാണ് എനിക്ക് പലപ്പോഴും ഒരു ദൈവാനുഭവം ഉണ്ടാവുന്നത് എന്ന് യോസേപ്പിതാവിന് വിചാരിക്കാമായിരുന്നു. പക്ഷേ ആ സ്വപ്നത്തിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ എല്ലാം അത് ദൈവം എനിക്ക് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ അതനുസരിച്ച് ജീവിക്കും എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു ഭർത്താവ്, ഒരു അപ്പൻ അവിടെ കാണാൻ നമുക്ക് സാധിക്കും. തൻ്റെ ഭാര്യയ്ക്ക് ഇതിലും നല്ലൊരു ദൈവാനുഭവം ഉണ്ടായി എന്ന് മനസ്സിലൊരു ഈഗോ പോലും വെക്കാതെ വളരെ സന്തോഷത്തോടു കൂടെ ദൈവം പറയുന്നതനുസരിച്ച് അതുപോലെ തന്നെ തിടുക്കത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു യോസേപ്പിതാവ്, ഒരു ഭർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ധ്യാനിക്കേണ്ടത് ഇങ്ങനത്തെ ഒരു യോസേപ്പിതാവിനെക്കുറിച്ചാണ്. തൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, താൻ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തനിക്ക് വേണ്ടിയല്ല മറിച്ച് തൻ്റെ ഒപ്പമുള്ളവരായിരിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുന്ന യോസേപ്പിതാവിനെ പോലെ പല അപ്പന്മാരും നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, പലപ്പോഴും ഈഗോയൊക്കെ വന്നുകൊണ്ട് എവിടെയോ ജീവിതത്തിൽ എനിക്ക് ഇതൊന്നും പറ്റില്ല, എൻ്റെ ഭാര്യ എന്നേക്കാൾ നന്നായിട്ട് പോകുന്ന എന്നെക്കൊണ്ട് സാധിക്കില്ല, അത് അംഗീകരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്ന ഭർത്താക്കന്മാരുടെ ഒരു കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ. ഇന്ന് ഈ വചനത്തിൽ യോസേപ്പിതാവ് നമുക്കൊരു മാതൃകയാണ്. തൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യമാണെങ്കിൽ പോലും അത് ദൈവം തോന്നിപ്പിക്കുന്നതനുസരിച്ച് ജീവിക്കാം, അവിടെ എൻ്റെ ഈഗോയ്ക്ക് സ്ഥാനമില്ല എന്ന് പറയുന്ന ഒരു യോസേപ്പിതാവിൻ്റെ മാതൃക നമുക്ക് സ്വീകരിക്കാം. 2-ാമത്തെ ആൾ പരിശുദ്ധ കന്യകാമറിയമാണ്. പരിശുദ്ധ കന്യകാമറിയം പ്രസവിച്ചതിന് അപ്പോൾ തന്നെ അവിടെ വന്ന് ആട്ടിടയന്മാർ വരുന്നുണ്ട്, 3 രാജാക്കന്മാർ വരുന്നുണ്ട്. ഇവരെല്ലാവരും വന്ന് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം അവർ പോയി കഴിയുമ്പോൾ വചനം പറയുന്നതനുസരിച്ച് മറിയത്തിന് ഈ സിറ്റുവേഷൻ ഒന്നും മനസ്സിലാവുന്നില്ല. അവരെല്ലാം കേട്ടതിന് ശേഷം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും പോയി കഴിഞ്ഞ ശേഷം യോസേപ്പിതാവ് പറയുന്നു, നമുക്ക് പോകാം. എങ്ങോട്ടാണ്? ഈജിപ്തിലേക്ക്. ഈജിപ്ത് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം, ഈജിപ്ത് വളരെ അടുത്തുള്ള സ്ഥലമല്ല, മറിച്ച് പലപ്പോഴും പഴയ നിയമത്തിലൂടെ ആ ഒരു ഈജിപ്തിൽ നിന്നുമുള്ള പ്രോമിസ്ഡ് ലാൻഡിലേക്ക്, കാനാൻ ദേശത്തേക്കുള്ളൊരു ആ ഒരു യാത്ര പലപ്പോഴും ആളുകൾക്ക് ഈജിപ്ത് എന്ന് പറയുന്ന ഒരു വിദൂര ദേശമായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ യോസേപ്പിതാവ് പറയുന്നു ഈജിപ്തിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ മറിയത്തിന് വേണമെങ്കിൽ മനസ്സിൽ വിചാരിക്കാമായിരുന്നു, ഇതെന്തിനാണ്, നമുക്ക് രക്ഷപ്പെടാനാണെങ്കിൽ കുറച്ച് അടുത്തെവിടെയെങ്കിലും പോയാൽ മതിയാവൂലേ, എൻ്റെ ഈ ഒരു ഫിസിക്കലായിട്ടുള്ള അവസ്ഥയിൽ ഇത്രത്തോളം യാത്ര ചെയ്യാൻ ഇത് എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് വേണമെങ്കിൽ വിചാരിക്കാമായിരുന്നു. പക്ഷെ വചനത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു സൂചനയില്ല. യോസേപ്പിതാവ് പറയുന്നതനുസരിച്ച് മറിയം തന്നെ മുഴുവനായിട്ടും വിട്ടുകൊടുത്തുകൊണ്ട് അവരൊരുമിച്ച് ഈജിപ്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ 2-ാമതായിട്ട് നമ്മൾ ധ്യാനിക്കേണ്ടത് ഈ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃകയെക്കുറിച്ചാണ്. ഇന്ന് പലപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആവണം, എനിക്കൊരു സ്പേസ് വേണം, എൻ്റെ പ്രൈവസി വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്ന ഭാര്യമാരുടെ ആ ഒരു ജീവിതങ്ങളിലേക്ക് മറിയത്തിൻ്റെ ഈ ഒരു എക്സാമ്പിൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾ ഞാൻ എടുക്കും, ഏത് തീരുമാനം എടുത്താലും അത് എൻ്റെ താല്പര്യങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും അനുസരിച്ചായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിടിവാശി പിടിക്കുന്ന ഭാര്യമാർക്ക് ഇത്രത്തോളം വിധേയായി നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃക പറയും അനുകരണീയമാണ്. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ 2-ാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മറിയത്തെ പോലെ ആകാനാണ്. പലപ്പോഴും ഇന്ന് ഭർത്താക്കന്മാർ പറയുന്നതനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് എവിടെയോ ക്ലീശയായിട്ട് മാറിയിരിക്കുകയാണ്.
അത് പഴയ കാലത്തിലാണ്. ഇന്ന് ഞങ്ങൾ അടിമകളല്ല എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയോ പരസ്പരം സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ ഇന്ന് ഭാര്യമാർക്ക് താല്പര്യമില്ലാതെ പോകുന്നു. ഒരു കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ ചെറിയ തട്ടിലും മുട്ടലും ഉണ്ടാകുമ്പോൾ ഇനി എനിക്ക് ഈ ബന്ധം വേണ്ട, എനിക്ക് ഒരു ജോലിയുണ്ട്, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഭാര്യമാർ കൂടുതലായി മാറുന്നുണ്ട്. കുടുംബജീവിതം പ്രധാനപ്പെട്ടതാണെന്ന് മറന്നു പോകുന്നവർ, അടിമയായി നിൽക്കുന്നതിനപ്പുറത്തേക്ക് എന്തിനാണ് എന്ന് ചോദിക്കാതെ അതിലെ നന്മ കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. മൂന്നാമത്തേത് ഈ മാതാപിതാക്കളാണ്. തങ്ങളുടെ കുഞ്ഞിന് വേണ്ടി, പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, തങ്ങളുടെ കുഞ്ഞ്, ആ വാക്കിന് എവിടെ ഒരു ചെറിയ മിസ്സിംഗ് ഇല്ലേ? യോസേപ്പ് പിതാവിൻ്റെ സ്വന്തം മകനല്ല, പരിശുദ്ധ കന്യാമറിയവും ഇങ്ങനെ പരിശുദ്ധാത്മാവിലൂടെ ലഭിച്ച ഒരു കുഞ്ഞ്, അതും തൻ്റെ ടീനേജ് പ്രായത്തിലുണ്ടാവുന്ന, ഗർഭം ധരിച്ചുണ്ടാവുന്ന ഒരു കുഞ്ഞ്. ആ കുഞ്ഞിനോടുള്ള ഇമോഷണൽ കണക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ആ കുഞ്ഞ് പലപ്പോഴും അനുഗ്രഹമായി വിചാരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ പിന്നെയും പ്രതിസന്ധികളാണ്. നിറവയറായി നിൽക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിന് പ്രസവിക്കാൻ ഒരു ചെറിയ സ്ഥലം പോലും കിട്ടുന്നില്ല. ബുദ്ധിമുട്ടുകളുടെ സമയത്താണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മറിയത്തിന് ഇത് ദൈവത്തിൻ്റെ കുഞ്ഞ്, ദൈവത്തിൻ്റെ മകനാണെന്ന് എന്നോട് മാലാഖ പറഞ്ഞു. അത് എത്രത്തോളം സത്യമാണെന്ന് ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ടാവും. മറിയം ചിന്തിച്ചിട്ടുണ്ടാവും. അവസാനം ഒരു കാലിത്തൊഴുത്തിൽ പ്രസവിച്ച് വരുമ്പോൾ മറിയം ചിന്തിച്ചിട്ടുണ്ടാവും, ഇതെന്താണ് ഈ അവസ്ഥ? മറ്റാർക്കും ഉണ്ടാവാത്ത, വളരെ നോർമലായിട്ടുള്ള ജീവിക്കുന്ന ആർക്കും തന്നെ ഉണ്ടാവാത്തൊരവസ്ഥയാണിത്. ആട്ടിടയന്മാരും രാജാക്കന്മാരും ഒക്കെ വന്ന് ആരാധിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ സന്തോഷം തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു കൺഫ്യൂഷനാണ്. വാട്ട് ഇസ് ദിസ്? എന്താണിതെന്ന് മനസ്സിലാവാത്തൊരു സാഹചര്യം. ആ നിമിഷത്തിലാണ് പരിശുദ്ധ കന്യാമറിയത്തോട് പറഞ്ഞ് നമുക്ക് ഈജിപ്തിലേക്ക് പോകാം. ഞാൻ പറയുന്നത് ഈ രണ്ട് മാതാപിതാക്കളും, യോസേപ്പ് പിതാവും പരിശുദ്ധ കന്യാമറിയവും, ആ കുഞ്ഞിന് വേണ്ടി അവരുടെ ഏറ്റവും കംഫർട്ട് സോണായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിനെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് അവർ മറ്റൊരു സ്ഥലത്തേക്ക്, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കാൻ. ഞാൻ പറയും, ഇതാണ് മാതാപിതാക്കളുടെ ഒരു സാക്രിഫൈസ് എന്ന് പറയുന്നത്. എനിക്കിനി പറയാനുള്ളത് മാതാപിതാക്കളോടല്ല, മറിച്ച് മക്കളോടാണ്. നിങ്ങൾ കാണേണ്ട സാക്രിഫൈസും ഇതാണ്. പലപ്പോഴും മാതാപിതാക്കളോട് ഇന്ന് മക്കളുടെ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ പ്രശ്നമാണ്. ഇന്ന് ഏതൊരു കൊച്ചിനോടും ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണ്, അല്ലെങ്കിൽ ഞാൻ മുഴുവനായിട്ടും എന്നെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്നേഹിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സായി മാറുന്നുണ്ട്. ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ. മാതാപിതാക്കൾ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്, പക്ഷേ എന്നാൽ പോലും വീട്ടിലെപ്പോഴും പ്രശ്നമാണ്. അപ്പനും അമ്മയോട് എപ്പോഴും വഴക്കാണ്. കാരണം എന്താണ്? അപ്പനും അമ്മയും മനസ്സിലാക്കുന്നില്ല. ഡയലോഗ് ഇതാണ്. പക്ഷേ ഏതൊരു കുഞ്ഞും ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒന്ന് കണ്ണ് തുറന്ന് നോക്കേണ്ടത്, ഇന്ന് ആ കുഞ്ഞ് നിൽക്കുന്ന ആ പൊസിഷനിലേക്ക്, ആ ഒരു സിറ്റുവേഷനിലേക്ക് ആ കുഞ്ഞ് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ വളരെ ശക്തമായിട്ടുള്ളൊരു സാക്രിഫൈസ് ഉണ്ട്. അപ്പൻ്റെയും അമ്മയുടെയും സാക്രിഫൈസ്. ആ സാക്രിഫൈസ് നിങ്ങൾ കാണാതിരിക്കരുത്. മക്കളെ, നിങ്ങളോട് ഞാൻ പറയുന്നത് വേറൊന്നുമല്ല. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾക്ക് എന്ത് തിരിച്ചു ചെയ്യാൻ പറ്റും? ഞാൻ പറയും, നിങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ പോകുന്നില്ല. കാരണം അവരുടെ ഏറ്റവും പ്രൈം ടൈം മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു. അവരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു. ഇതിന് ശേഷം നിങ്ങൾ തിരിച്ചെന്താ കൊടുക്കാൻ പോകുന്നത്? നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ പോകുന്നത്, നിങ്ങൾ സെറ്റിലാകുമ്പോൾ പലപ്പോഴും നിങ്ങളുടെ മാതാപിതാക്കൾ ഇച്ചിരി പ്രായമായിട്ടുണ്ടാവും. നിങ്ങൾ ആവകെ അവർക്ക് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഭക്ഷണവും താമസിക്കാനൊരു വീടും. അതിനപ്പുറത്തേക്ക് നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം യു വിൽ ഹാവ് യുവർ ലൈഫ് അഹെഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നാളെ ഞാൻ എന്ത് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. പലപ്പോഴും കുടുംബത്തിൻ്റെയും പ്രാരാബ്ധതയുടെയും മുഴുവൻ പ്രഷറിലും അവർ നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും അവർ മറന്നു പോകുന്നൊരു സാധനം സ്നേഹമാണ്. മക്കളെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ മാതാപിതാക്കളുടെ ഈ സാക്രിഫൈസിനെ ഒന്ന് പരിഗണിക്കുക, അക്നോളജ് ചെയ്യുക, എന്നിട്ട് അവരെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ കൊടുക്കുന്ന പണത്തിനോ നിങ്ങൾ കൊടുക്കുന്ന ബഹുമാനത്തിനോ ഒന്നുമല്ല, മറിച്ച് നിങ്ങളുടെ സ്നേഹത്തിനാണ് അവർ വില കൽപ്പിക്കുന്നത്. അവർക്ക് ആവശ്യം നിങ്ങളുടെ സ്നേഹമാണ്. പലപ്പോഴും അവർ പ്രകടിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അവരുടെ ഇൻസെക്യൂരിറ്റിയാണ്. പലപ്പോഴും അവർക്ക് ടെൻഷനാണ്. നിങ്ങളെ പലപ്പോഴും ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം അവരുടെ ഭയം കൊണ്ടാണ്. നിങ്ങളെ അല്ല, മറിച്ച് ഈ പുറത്തുള്ള ലോകം എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമോ, എൻ്റെ കുഞ്ഞിനെ വഴിതെറ്റിക്കുമോ, എൻ്റെ കുഞ്ഞിനെ വഴിയിൽ നിന്നും മാറ്റിയെടുക്കുമോ എന്നുള്ള പേടി കാരണമാണ് അവർ പലപ്പോഴും റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. ഇന്ന് നിങ്ങളോട് പറയാൻ, മക്കളെ നിങ്ങളോട് പറയാനുള്ളത്, കണ്ണ് തുറന്ന് നിൽക്കുക. ഒരു ദിവസം നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് നിങ്ങളുടെ മാതാപിതാക്കളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അവരുടെ അപ്പിയറൻസിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അവർ ചെയ്യുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അവരുടെ മുഖം തേരുക, അവരുടെ ഫിസിക്കൽ ബോഡിയെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം അവർ ത്യാഗം സഹിക്കുന്നുണ്ട്.
ആ ത്യാഗത്തിനെ ഒന്ന് അംഗീകരിക്കാം, അവരെ സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ഈ തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈഗോ ഇല്ലാത്ത അപ്പന്മാർ, ഭർത്താക്കന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ടാവട്ടെ. ഭർത്താവ് പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്നത് ഒരിക്കലും ഒരു കുറച്ചിലല്ല, മറിച്ച് അതെൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുന്ന ഭാര്യമാരുണ്ടാവട്ടെ. തങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന, തങ്ങൾക്ക് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്ന മാതാപിതാക്കളെ തിരിച്ച് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന മക്കളുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.